ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പാനൽ കട്ട് കുർത്തിയുടെ പേപ്പർ ഡ്രാഫ്റ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് തുണിയിലേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നീളത്തിൽ മടക്കിയെടുക്കുക, ശേഷം വീതിയിൽ മടക്കിയെടുക്കുക. നമ്മൾ സാധാരണ കുർത്തിക്ക് മടക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ കാണുന്ന പോലെ മടക്കിയെടുക്കുക. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്യാം. ടോട്ടൽ ലെങ്തിനോടൊപ്പം 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 46 ഇഞ്ചാണ് കേട്ടോ. എക്സ്ട്രാ കൂടി എടുത്തിട്ടുള്ളതാണ്. അത് കട്ട് ചെയ്തെടുക്കാം. അടുത്ത ഭാഗത്തു നിന്നും സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് പാനൽ കട്ട് ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്തിനേക്കാളും ഒരു 1-1.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ ഫസ്റ്റ് പാനൽ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഫസ്റ്റ് പാനലിൻ്റെ അളവെന്ന് പറയുന്നത് 4.25 ഇഞ്ചാണ്. 1/4 ഇഞ്ച് നമുക്ക് ജോയിൻ ചെയ്തടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് ഈ ഒരു 4.25 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ അത് ഒരു 17 ഇഞ്ച് താഴെ വരെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു 17 ഇഞ്ച് വന്നത് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഷേപ്പിൻ്റെ ലെങ്തിനേക്കാളും 2.5-3 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഈ ഒരു 4.25 ഇഞ്ചാണ് നമ്മൾ താഴെ മാർക്ക് ചെയ്തത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പാനലും കൂടി ജോയിൻ ചെയ്യാനായിട്ട് 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തുണി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ഈ ഒരു മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഇനി നമുക്ക് താഴത്തെ ടോട്ടൽ വിഡ്ത്ത് ഒന്ന് നോക്കണം. അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിൻറ്റിൽ നിന്നും താഴെ വരെ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാനൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് ഒന്നാമത്തെ പാനലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത 2 പാനലും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പേപ്പറിൽ ഓൾറെഡി കാണിച്ചിരുന്നു. അപ്പോൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഈ ഒരു പാനൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുകളിൽ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇനി ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ പാനൽ കട്ട് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത ശേഷം ബാക്കി മെഷർമെൻറ്റ്സ് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള പോർഷൻ ഇതുപോലെ എടുത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബാക്കി മെഷർമെൻറ്റ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫാണ് ഇനി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് ആ ഒരു മെഷർമെൻറ്റ് കൊടുക്കുക. ഞാനിവിടെ 6.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. ശേഷം താഴത്തേക്കും 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ സാധാരണ കുർത്തി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ജോയിൻ ചെയ്യാനുള്ള തുണി നിങ്ങൾ ഇട്ട ആ ഒരു ജോയിനിങ് മാത്രം തന്നെ കൊടുക്കണേ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ. ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത ശേഷം താഴത്തേക്ക് എ ലൈനായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. സെൻറ്ററിൽ വരുന്ന പീസിൻ്റെ 2 സൈഡിലുമായിട്ട് 2 പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് കൂട്ടിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ